അറിയാം ഇപ്പോൾ MT വാസുദേവൻ നായർ, സലീം കുമാർ, അതുപോലെ ഒരുപാട് പേർക്ക് സ്മാരകങ്ങളുണ്ട്. നമ്മുടെ MG സോമൻ്റെ നാടാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൂടെ? നമുക്കറിയാം ബ്ലസ്സി അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് MG സോമന് സ്മാരകം നിർമ്മിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഒപ്പിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് പോകാം. ഞാൻ ഫൗണ്ടേഷൻ മെമ്പർ. MG സോമൻ മരിച്ചു കഴിഞ്ഞാൽ മാമൻ മത്തായി രൂപീകരിച്ച ആദ്യത്തെ ഫൗണ്ടേഷനിൽ 7 പേര്, അതിലുള്ള ഞാൻ. പിന്നീട് ഇപ്പോൾ അത് ബ്ലസ്സി അതിൻ്റെ ചുമതല പ്രസിഡൻ്റായി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി സജീവമായി MG സോമൻ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുകയാണ്. 2 കാര്യമാണ്. ഒന്ന്, MG സോമൻ്റെ പേരിൽ തിരുവല്ലയിൽ ഒരു കൾച്ചറൽ സെൻറ്റർ, ഓപ്പൺ സ്റ്റേഡിയം ആരംഭിക്കണമെന്ന് നഗരസഭയുടെ ആവശ്യപ്പെട്ടു. 2, ഞങ്ങളുടെ ഫൗണ്ടേഷൻ തന്നെ, MG സോമൻ ഫൗണ്ടേഷൻ തന്നെ MG സോമൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നുള്ളത്. എന്തായാലും സോമേട്ടൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഓൾ കേരള നാടക മത്സരം കഴിഞ്ഞ 3 വർഷമായി ഫൗണ്ടേഷൻ നടത്തുന്നത്. ഒട്ടനവധി കലയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അഭിനയരംഗത്ത് വരുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. സോമേട്ടൻ്റെ സ്മരണ ഞങ്ങൾ പറയുന്നത്. അതുപോലെയാണ് KG ജോർജ്. ഇന്ന് കേരളത്തിന്റെ മനസ്സിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന പഴയ ഒരു സംവിധാനം. ഒട്ടനവധി സിനിമകളുടെ നിർമ്മാതാവ്, മമ്മൂട്ടിയെ പോലും സിനിമാ രംഗത്തേക്ക് ഏറ്റവും സജീവമായി കൊണ്ടുവന്ന ആളാണ്. KG ജോർജ് സാറിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും. തിരുവല്ലയെ എക്കാലത്തെയും ഓർമ്മിക്കുന്ന കലാകാരന്മാരെ